വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്കെയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന്. ഓക്കെ, നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ സ്കെയിൽ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓൺ എക്സ് ആക്സിസ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഓൺ എക്സ് ആക്സിസ്. ഓൺ എക്സ് ആക്സിസ് അതിൻ്റെ അർത്ഥം ഓൺ എക്സ് ആക്സിസ്. ഞാൻ പറഞ്ഞു എപ്പോഴും സ്കെയിൽ എഴുതുമ്പോൾ 10 ഡിവിഷൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതുന്നത്. എന്തുകൊണ്ടാണ് 10 ഡിവിഷൻ എടുത്തത് അതും ഞാൻ പറഞ്ഞു തന്നു. ഈ ഒരു സ്ക്വയർ കട്ട നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് 10 വരകളുണ്ട്, 10 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതുവാണ് 10 ഡിവിഷൻ. ഡിവിഷന് ഞാൻ DIV എന്ന് എഴുതുന്നത്. 10 അല്ലെ സ്ഥലം കൊണ്ട് എഴുതിയേക്കാം. 10 ഡിവിഷൻസ് ഈസ് ഈക്വൽ ടു എത്രയോ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ എന്താ എടുത്തേക്കുന്നത്? ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഞാൻ എക്സ് ആക്സിസിൽ ലെങ്ത് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ലെങ്തിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കിക്കേ. എനിക്ക് വരയ്ക്കേണ്ട ടേബിൾ എന്ത് ചെയ്യേ? ഇതാണ്. ഓക്കെ, ലെങ്തിൻ്റെ വാല്യൂ എങ്ങനെയാണ് പോകുന്നത്? എക്സ് ആക്സിസ് ഞാൻ എങ്ങനെയാണ് വാല്യൂ എടുക്കേണ്ടത്? 70, 80, 90, 100, 110, 120. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഈ ഡേറ്റാ ടേബിൾ വലിയ കുഴപ്പമില്ല. അതായത് ഓരോ ലെങ്തിൻ്റെ വാല്യൂ തമ്മിലും 10ൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതായത് 70 + 10 എടുക്കുമ്പോൾ 80 കിട്ടും, 80 + 10 എടുക്കുമ്പോൾ 90 കിട്ടും, 90 + 10 എടുക്കുമ്പോൾ 100 കിട്ടും. അപ്പോൾ ഈക്വലി സ്പേസ്ഡ് ആണ് ഈ ലെങ്ത്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല സ്കെയിൽ എടുക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ സ്കെയിൽ ഇനി ഗ്രാഫേ ഞാൻ റീഡിങ് തുടങ്ങുന്നത് 70 സെൻറ്റിമീറ്ററാണ്. ഇന്നലെ ഒരാൾ ചോദിച്ചു എന്താ മിസ് 70 തുടങ്ങിയതെന്ന്. 70 തുടങ്ങി എന്താണെന്ന് വെച്ചാൽ എനിക്ക് 70 മുതലുള്ള വാല്യൂ മതി. വെറുതെ 0, 10, 20, 30, 40, 50, 60 എന്ന് എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് 70 തൊട്ടുള്ള വാല്യൂ ആണ് ഈ ഡേറ്റാ ടേബിളിൽ തന്നിട്ടുള്ളത്, കിട്ടിയത്. അപ്പം ഞാൻ 70 തൊട്ടേ ഗ്രാഫിൽ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇത് ഒറിജിൻ O മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ബ്രേക്ക് പോലെ ഇടുക. ഇങ്ങനൊരു ബ്രേക്ക് ഇട്ട് അതിൻ്റെ അർത്ഥം എന്താ? ഇത് 0യും പിന്നെ ഇത് 1, 2, 3, 4, 5, 6 അങ്ങനല്ല പോകുന്നത്. അതായത് ഞാൻ തുടങ്ങുന്നത് ഇടയ്ക്കുന്നാന്ന് മനസ്സിലാവാനായിട്ട് നമ്പേഴ്സിൻ്റെ ഒരു 70 തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ? അതായത് 0, 10, 1, 2, 3 എന്നല്ല തുടങ്ങിയിരിക്കുന്ന ഗ്രാഫ് തുടങ്ങാൻ പോകുന്നത് ഞാൻ. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് വാല്യൂ 70ലാണ് തുടങ്ങുന്നതെന്ന് പറയും. 70 എന്ന് പറഞ്ഞാൽ വെറുതെ 70 അല്ല, 70 സെൻറ്റിമീറ്ററാണ്. ഇവിടെ ഓരോന്നിൻ്റെയും കൂടെ 70 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ എന്ന് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രാഫിൽ ലെങ്ത് ബ്രാക്കറ്റിൽ ഇൻ സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അർത്ഥം വെറും 70 അല്ല, 70 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പം 70 സെൻറ്റിമീറ്ററാണ്. ഇനി അടുത്ത വാല്യൂ എന്താണെന്നാണ് പറഞ്ഞത്? അടുത്ത വാല്യൂ ടെക്സ്റ്റിൽ എന്താ കിടക്കുന്നത്? 80 സെൻറ്റിമീറ്റർ. അപ്പം ഞാൻ അടുത്ത നേരെ 80 എഴുതി. ഓക്കെ, ടെക്സ്റ്റ് കിടക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. നിങ്ങളെ ഒത്തിരി പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഇനിയിപ്പോൾ ഗ്രാഫ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗ്രാഫ് നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിക്കും. അന്നേരം ഞാൻ പറഞ്ഞു തന്നോളാം ബാക്കി കാര്യം. ഇപ്പം തൽക്കാലം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഗ്രാഫ് മാത്രം അങ്ങ് പഠിച്ചു വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും പാടുപെടുന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങളിത് ഗ്രാഫൊക്കെ വരയ്ക്കാൻ പഠിച്ചതല്ലേ പിള്ളേരെ? എനിക്ക് ആ പെൻഡുലത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞു പോയാൽ പോരെ? എനിവേ സാരമില്ല. എനിക്കതെന്തോ നിങ്ങൾക്ക് അതെന്താ മനസ്സിലാവാത്തതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. വൈ യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഗ്രാഫ്സ്. കാരണം ബുദ്ധിമുട്ട് ഫിസിക്സിൻ്റെ ഭാഗം എന്ന് പറയുന്നത് പെൻഡുലം എന്താണ്? r² = k × l. അവിടം വരെയാണ് ഫിസിക്സിൻ്റെ ഭാഗം. എക്സ്പെരിമെൻറ്റും പറഞ്ഞു തരിക. ഈ ഡേറ്റാ ടേബിൾ കിട്ടിക്കഴിഞ്ഞ് ഇവിടം തൊട്ട് ഡേറ്റാ ടേബിൾ കിട്ടിക്കഴിഞ്ഞ് മുന്നോട്ട് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രാഫ് ഉൾപ്പെടെ എല്ലാം മാത്സ് ആണ് കേട്ടോ. എനിവേസ് പോട്ടെ. 80 ഓക്കെ, പിന്നെ ഇത് അടുത്ത ഡീറ്റെയിൽ എന്താ? 90 പിന്നെന്താ? 100. അപ്പം പറയുന്നത് എത്രയേ ഉള്ളൂ. സ്കെയിൽ എഴുതുമ്പോൾ എന്ത് എഴുതും? 10 ഡിവിഷൻ ഈസ് ഈക്വൽ ടു 10 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള 10 ഡിവിഷൻ. ഇതിൻ്റെ നീളം എത്രയായിരിക്കും എന്ന് പറയാമോ ആർക്കെങ്കിലും? പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? സോറി. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്ററാണ്. എഴുതി വെക്കട്ടെ, 10 സെൻറ്റിമീറ്റർ അല്ലേ? കാരണം എന്താ? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എവിടുന്ന? 70 കഴിഞ്ഞ് 71, 72, 73, 74, 75, 76, 77, 80. ഓക്കെ, അതിനർത്ഥം എന്താ? 10 ഡിവിഷൻ. 10 ഡിവിഷൻ ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ എന്നാണ് സ്കെയിൽ എടുത്തത്. അപ്പം 10 ഡിവിഷൻ കഴിയുമ്പോൾ അടുത്ത വാല്യൂ 80 ആയിരിക്കും. ഇനി 80 കഴിഞ്ഞിട്ട് 10 ഡിവിഷൻ കഴിയുമ്പോൾ അടുത്ത വാല്യൂ 90 ആയിരിക്കും. 90 കഴിഞ്ഞ് 10 ഡിവിഷൻ കഴിയുമ്പോൾ അടുത്ത വാല്യൂ 100. പിന്നെ അടുത്ത വരുമ്പോൾ 110, 120 അങ്ങനെ പോകും. ഇനി അടുത്തത് y ആക്സിസ് നോക്കുക. T² വരയ്ക്കണം. T² വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ടേബിൾ നോക്കണം. അപ്പോൾ T² ഒരു കുഴപ്പമുണ്ട്. ഈ എക്സ് ആക്സിസിൽ നമുക്ക് ഡിവിഷൻ സ്കെയിൽ എടുക്കാൻ എളുപ്പമായിരുന്നു. കാരണം എന്താ? ഈ ഡേറ്റാ ടേബിളിലെ എല്ലാ വാല്യൂസും തമ്മിൽ 10ൻ്റെ ഡിഫറൻസാണ്. അപ്പം ഞാൻ സ്കെയിൽ അതിനനുസരിച്ച് അങ്ങ് എടുത്താൽ മതി, എളുപ്പമായിരുന്നു. പക്ഷേ T² സ്കെയിൽ എഴുതുമ്പം ഇച്ചിരി പാടുപെടും. കാരണം എന്താ? എല്ലാം കാണാൻ വലിയ സുഖമില്ലാത്ത വാല്യൂസാണ് അല്ലേ? 2.89, 3.24 ഇത് തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, അതായത് ഈക്വൽ ഡിഫറൻസ് അല്ല അല്ലേ? 2.89ഉം 3.24ഉം സബ്ട്രാക്ട് ചെയ്ത് നോക്കിക്കേ, ഈക്വൽ ഡിഫറൻസ് അല്ല. 3.61ഉം 3.24ഉം കൂടെ സബ്ട്രാക്ട് ചെയ്തേ, ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, ഈക്വൽ ഡിഫറൻസ് അല്ല. അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ്, സ്കെയിൽ എഴുതാൻ പോവാണ് y ആക്സിസിലല്ലേ.
ഓൺ വൈ ആക്സിസ്. ഓൺ വൈ ആക്സിസ് അവിടെ ഞാൻ 10 ഡിവിഷൻ വെച്ചിട്ട് തന്നെ എടുക്കുന്നത്. ഇനി എൻ്റെ ഇഷ്ടമാണ് ഇവിടെ 10 ഡിവിഷൻ, ചിലപ്പോൾ ഞാൻ 1 ഡിവിഷൻ, അതായത് ഇതിൻ്റെ അകത്തെ ഒരു കുഞ്ഞു വര = 10 സെൻറ്റിമീറ്റർ എന്ന് എനിക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അന്നേരം സ്കെയിൽ മാറും. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ക്ലാസ് അല്ല, മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാം. ഇവിടെ ഇപ്പോൾ തൽക്കാലം 10 ഡിവിഷൻ വെച്ച് തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ 10 ഡിവിഷൻസ് = ഓക്കെ, ഇതും എൻ്റെ ഇഷ്ടമാണ്, എനിക്കിഷ്ടമുള്ള വാല്യൂ ഇവിടെ കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഈ റേഞ്ച് ഓഫ് വാല്യൂസ് ഒന്ന് നോക്കിക്കേ. ഇത് തുടങ്ങുന്നത് എവിടെ തൊട്ടാ? 2.89 തൊട്ട് 4.84, അതായത് ഏകദേശം 5 അടുത്ത് വരെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 തൊട്ട് 5 വരെയുള്ള വാല്യൂസാണ് ഞാൻ ഗ്രാഫിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളെപ്പോഴും ഗ്രാഫിൽ ഇങ്ങനെ സ്കെയിൽ എടുക്കുമ്പോഴേ അടുത്തടുത്ത വാല്യൂസ് തമ്മിൽ ഒരേ ഡിഫറൻസിൽ പോകണം. മനസ്സിലായോ? അടുത്തടുത്ത വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ തുടങ്ങുന്നത് 2 എന്ന് പറയുന്ന വാല്യൂ തുടങ്ങുക. ഐ എം സ്റ്റാർട്ടിങ് വൈ ആക്സിസ് ഫ്രം 2. നിങ്ങളുടെ ടെക്സ്റ്റിലും കണ്ടോ 2 വെച്ചിട്ടാണ് തുടങ്ങിയേക്കുന്നത്. അതിൻ്റെ റീസൺ എന്താ? നമ്മുടെ അതൊക്കെ ഓക്കെ മാത്സിലുള്ളതാണ്, പോട്ടെ, എപ്പോഴും ഞാൻ പറയുന്നില്ല. 2വിനേക്കാളും വലിയ വാല്യൂ ആണ് 2.89. അപ്പം ഞാൻ ഈ 2.89 എനിക്ക് ഗ്രാഫിൽ വരയ്ക്കുമ്പം ഓക്കെ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. 2 തൊട്ട് ഇത് 4.84 ലാസ്റ്റ് വാല്യൂ. അപ്പം എനിക്ക് 2 തൊട്ട് 5 വരെയുള്ള വാല്യൂസ് എക്സ് ആക്സിസിൽ കൊള്ളിക്കണം. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ അവരെടുത്തേക്കുന്നത് 2 സ്കെയിൽ എടുത്തേക്കുന്നത് 10 ഡിവിഷൻ = 0.5 സെക്കൻഡ് സ്ക്വയർ എന്നും പറഞ്ഞാൽ അല്ലേ. 10 ഡിവിഷൻ ടെക്സ്റ്റ് ബുക്കിലെ സ്കെയിലാണ്, നമുക്ക് ഇഷ്ടമുള്ള സ്കെയിൽ എടുക്കാം, അപ്രോപ്രിയേറ്റ് ആയ ഇഷ്ടമുള്ള സ്കെയിൽ എടുക്കാം. എനിവേ 10 ഡിവിഷൻ = 0.5 സെക്കൻഡ് സ്ക്വയർ ഓൺ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ അർത്ഥം വൈ ആക്സിസ്, അതായത് മുകളിലോട്ടുള്ള ആക്സിസിലെ 10 ഡിവിഷൻ, അതായത് ഇത് 10 ഡിവിഷൻ അല്ലേ, ഇതാണ് 10 ഡിവിഷൻ കൂടുന്നത്. 10 ഡിവിഷൻ എന്ന് പറയുന്നത് 0.5 ആണെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കരുത് കേട്ടോ, 0 to 2 എന്നുള്ളത് ഭാഗത്ത് അത് ആപ്ലിക്കബിൾ അല്ല. കാരണം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 0, 1, 2, 3 നല്ല തുടങ്ങുന്നത്, വിട്ടാണ് തുടങ്ങുന്നത്. 0 കഴിഞ്ഞിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള വാല്യൂ 2 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ സ്കെയിലിൻ്റെ ഈ കാര്യം പറയുമ്പം തൊട്ടടുത്തുള്ള പോയിൻ്റ് നോക്കുക. അതായത് 2 തൊട്ട് അടുത്ത ഒരു 10 ഡിവിഷൻ നിങ്ങൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 10 ഡിവിഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 സെക്കൻഡ് സ്ക്വയർ ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓൺ വൈ ആക്സിസിൽ 10 ഡിവിഷൻ എന്ന് പറയുന്നത് 0.5 സെക്കൻഡ് സ്ക്വയറിന് തുല്യമാണ്. അതായത് 2 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 10 ഡിവിഷൻ നിങ്ങൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 + 0.5 2.5 ആണ്. ഇനി അടുത്തത് 2.5 ഞാൻ 10 ഡിവിഷൻ എണ്ണുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അത് ഇവിടെയാണ് വരുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു വര വരയ്ക്കും. അപ്പം അതും എത്രയാണ്? ഈ 10 ഡിവിഷൻ്റെ വാല്യൂ എത്രയാണെന്നാണ് സ്കെയിൽ എഴുതി വെച്ചേക്കുന്നത്? 0.5 ആണ്. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും? 2.5 + 0.5 എത്രയാണ്? 3. അതുപോലെ അടുത്ത 10 ഡിവിഷൻ വരുമ്പോൾ എന്ത് പറ്റും? 3യുടെ കൂടെ 0.5 കൂട്ടിക്കേ, 3.5. പിന്നെ 4 വരും, 4.5 വരും, അങ്ങനെ 5, 10 ഇഷ്ടമുള്ള പോലെ എഴുതി പോകാം. നമ്മൾ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ 10 ഡിവിഷൻ്റെ വാല്യൂ വൈ ആക്സിസിൽ 0.5 അല്ല, അതിനാണ് അല്ലേ. അതുപോലെ എക്സ് ആക്സിസ് നോക്കിയാലും 10 ഡിവിഷൻ ഇൻ എക്സ് ആക്സിസ് ഈസ് നോട്ട് 10 ഇൻ ദിസ് പർട്ടിക്കുലർ ഏരിയ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് റെക്കോർഡിൽ ടേബിളിൽ വാല്യൂ തുടങ്ങുന്നത് 70ലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് 0യിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ എഴുതി പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? പക്ഷേ ഇവിടെ തൊട്ട് വാലിഡ അല്ലേ. അപ്പോൾ നമ്മുടെ സ്കെയിൽ കണ്ടല്ലോ. ഓൺ എക്സ് ആക്സിസിൽ 10 ഡിവിഷൻ 10 സെൻറ്റിമീറ്റർ ആണ്. കണ്ടല്ലോ, ഉറപ്പല്ലേ? 70 കഴിഞ്ഞ് 1, 2, 3, 4, 5, 6, 7, 8, 10. 70 കഴിഞ്ഞ് 10 ഡിവിഷൻ കൗണ്ട് ചെയ്യുമ്പം എന്ത് പറയും? 70 + 10 80. ഇപ്പോൾ ഇവിടെ വൈ ആക്സിസ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ എക്സ് ആക്സിസ് എഴുതിയത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ അറിയാമല്ലോ, അതോ ഇനി അതും അറിയത്തില്ലേ? എങ്ങനെയാണ് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്നത്? ആദ്യമേ 70 സെൻറ്റിമീറ്റർ നോക്കുക. ഓക്കെ, അപ്പോൾ 70 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ ഞാൻ കണ്ടു. ഇനി 70 സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.89 ആണ്. 2.89 എന്ന് പറയുമ്പം അത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കൃത്യം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ ഏകദേശം 2.89 അടുത്ത് വരുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. അതായത് 70 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണിത്. അപ്പോൾ ഈ ലൈനിൽ നിന്ന് ഞാനിങ്ങനെ മേളിലോട്ടൊരു ഡോട്ട് ലൈൻ വരയ്ക്കുമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഗ്രാഫേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ കാണിച്ചു തരുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ നോക്കുക. എന്നിട്ട് 2.89 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇതെന്ന് പറയുന്നത് 2നും 2.5നും ഇടയ്ക്കുള്ള വാല്യൂസേ വരത്തുള്ളൂ. 2.89 എന്ന് പറയുന്നത് എവിടെയാണ്? 2.5നും 3ക്കും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 3യുടെ താഴെയായിട്ടൊരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. ആ ലൈൻ 70ന് നേരെ മുട്ടുന്നത് എവിടെയാണെന്ന് നോക്കിക്കേ, ഇവിടെ. അപ്പോൾ ഏകദേശം 2.89 എന്ന് പറയുന്നത് ഇവിടെ വരും. ഇനി അതുപോലെ രണ്ടാമത്തെ
80 സെൻറ്റിമീറ്ററിൻ്റെ വാല്യൂ അതും ഈ ടേബിളിൽ നിന്ന് വരയ്ക്കാം. അതാണ്ട് 80 സെൻറ്റിമീറ്റർ. 80 സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ടി സ്ക്വയർ എത്രയാണ്? 3.24. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഗ്രാഫിലെ 80 സെൻറ്റിമീറ്റർ നോക്കിക്കേ. ഗ്രാഫിലെ 80 സെൻറ്റിമീറ്റർ ഞാൻ ജസ്റ്റ് ഡോട്ടഡ് ലൈൻ ഒന്ന് വരയ്ക്കാം നിങ്ങൾക്ക് കാണാനായിട്ട്. എടുത്തു. നമുക്ക് ഏത് വാല്യൂ വേണ്ടത്? 3.24. അപ്പോൾ 3.24 എന്ന് പറയുമ്പം വൈ ആക്സിസിൽ 3ക്കും 3.5നും ഇടയ്ക്കായിരിക്കും. അത് ഏകദേശം 3 കഴിഞ്ഞിട്ട് 3.1 ഏകദേശം 3.24 ഇവിടെ വരും അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു, ഇതിവിടെ മുട്ടുന്നു കണ്ടോ. അങ്ങനെ ഓരോ വാല്യൂസും വരച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് വരച്ച് പോവുക. അപ്പോൾ ഓരോ വാല്യൂസും ഡോട്ടിട്ട് മാർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡോട്ടിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്യും. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ മീൻസ് 90 സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡോട്ട് കിട്ടും, 100ന് കറസ്പോണ്ടിങ് ആയിട്ടും കിട്ടും. ഞാനിപ്പോൾ അത് വരയ്ക്കുന്നില്ല, നിങ്ങൾ വരച്ചോണം. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ആ ലൈൻസ് പോയിൻറ്റ്സിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പം നമ്മളോട് പറയാൻ വരുന്ന ഇത്രയേ ഉള്ളൂ, ടി സ്ക്വയറും എല്ലും കൂടെ ഗ്രാഫ് വരച്ചാൽ കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കണം. That is the graph between t square and L, that is square of the time period and length of the pendulum is a straight line. ഇനി ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചത്? എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇത് വരയ്ക്കാൻ? എന്നാൽ ആവശ്യമുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചിട്ട് നമുക്കിത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവണ്ടേ? അപ്പോൾ അതിനുള്ള യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കും. സ്ലോപ്പ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ. സ്ലോപ്പ് എടുക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെരിവാണ്, ഒരു ലൈനിൻ്റെ ചെരിവ്. ഓക്കെ. അപ്പം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഒരു രണ്ട് പോയിൻറ്റ്സ് എടുക്കുക. ഈ ഗ്രാഫിലെ 2 പോയിൻറ്റ്സ്, സപ്പോസ് ഈ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനെ ഞാൻ ക്യൂ എന്നും ഈ ഒരു പർട്ടിക്കുലർ പോയിൻറ്റ്, ഈ സ്ട്രെയിറ്റ് ലൈനിലെ 2 പോയിൻ്റാണ്. ഇഷ്ടമുള്ള പോയിൻ്റ് എടുക്കാം, പി എന്ന് വിളിക്കുക. എന്നിട്ട് ഈ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ താഴോട്ട് വരയ്ക്കുക. അപ്പോൾ അവിടെ നമുക്ക് അത് എക്സ് ആക്സിസിലെ വന്ന് മുട്ടും. ആ വാല്യൂ ഇപ്പോൾ ഇവിടെ 120 പക്ഷേ എപ്പോഴും 120 ആവണമെന്നുണ്ടോ? ഞാനിപ്പോൾ ചെറിയൊരു ട്രയാങ്കിൾ, ഇങ്ങനെയാണ് ട്രയാങ്കിൾ എടുക്കുന്നതെങ്കിലോ അതിൻ്റെ എക്സ് ആക്സിസിലെ വാല്യൂ എത്രയാണ് വരുന്നത്? 110 ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇന്ന വാല്യൂ എന്ന് പറയുന്നതിന് പകരം ഞാൻ ജനറലായിട്ട് പറയുവാണ്, പിയുടെ എക്സ് ആക്സിസ്, പിയുടെ എന്ന പോയിന്റിൽ നിന്നും താഴോട്ട് വരയ്ക്കുമ്പോൾ അത് വന്ന് മുട്ടുന്ന പോയിന്റിനെ ഞാൻ x1 എന്ന് വിളിക്കും. ഈ പോയിന്റിനെ x1 എന്ന് വിളിക്കും. അതുപോലെ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, പി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y വാല്യൂ ഉണ്ടല്ലോ, ഇവിടെ വന്ന് മുട്ടും അല്ലേ, അതിനെ ഞാൻ y1 എന്ന് വിളിക്കും. അതുപോലെ ക്യൂവിൻ്റെയും താഴോട്ട് ലൈൻ വരയ്ക്കുക, അത് ചെന്ന് ടച്ച് ചെയ്യുന്ന ഭാഗം x2, ക്യൂവിൻ്റെ സൈഡിലോട്ട് വരയ്ക്കുക, അത് ചെന്ന് ടച്ച് ചെയ്യുന്ന ഭാഗം y2. ഇത്രയും പഠിച്ചല്ലോ. ഇനി പഠിക്കുന്നത് പുതിയൊരു ഇക്വേഷനാണ്. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിക്കോണം. എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് ഈസ് ഈക്വൽ ടു, സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. y1 സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ട്രയാങ്കിളിൻ്റെ ഇതിനെ ഞാൻ ആറെന്ന് വിളിക്കാമെന്ന് വിചാരിക്കും. PR/QR നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ നീളം ഡിവൈഡഡ് ബൈ ഈ നീളം, ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ നീളം എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? നോക്കിക്കേ, നമുക്ക് മെഷർമെൻറ്റ് വേണമല്ലോ, ഒരു അളവ് വേണമല്ലോ. അപ്പം നോക്കിക്കേ, y1ഉം y2ഉം തമ്മിലുള്ള ദൂരത്തിനെയാണ് നമുക്ക് PR എന്ന് പറയുന്നത്. അപ്പോൾ ഈ y1ഉം y2ഉം തമ്മിലുള്ള ദൂരം എങ്ങനെ കണ്ടുപിടിക്കും? y2 - y1, അതായത് 3 - 4.2 അങ്ങനെ എന്തെങ്കിലും. ഇതൊക്കെ മാത്സ് ആകട്ടോ. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നെ കുറ്റം പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. ഗ്രാഫിൻ്റെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോയി ആ ചാപ്റ്റർ ഒന്നെടുത്ത് വായിച്ച് നോക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ നീളം കിട്ടുന്നത് y1 - y2 ചെയ്താൽ മതി. y1 - y2. ഓക്കെ. ഞാൻ എന്താ സ്ലോപ്പ് എന്താണെന്നാണ് പറഞ്ഞത്? ഈ നീളം ഡിവൈഡഡ് ബൈ ഈ നീളം. അപ്പം ഈ നീളത്തിൻ്റെ വാല്യൂ കിട്ടി. എന്താ? y1 - y2 അതെഴുതി. ഡിവൈഡഡ് ബൈ ഈ നീളം. ഈ നീളത്തിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? നമ്മൾ നേരെ താഴോട്ട് നോക്കിക്കേ, നമ്മുടെ വാല്യൂസ് എല്ലാം കിടക്കുന്നത് താഴെ അല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് വരയ്ക്കുക. അപ്പോൾ x1 ഉണ്ട്, x2 ഉണ്ട്. അപ്പം ഈ നീളം എന്ന് പറയുന്നത് എന്താണ്? ഈ നീളം തന്നെയല്ലേ അല്ലേ? x1 - x2 ആണ്. x1 അല്ലേ വലിയ വാല്യൂ. അപ്പോൾ x1 - x2 ചെയ്താൽ മതി. x1 - x2. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ y1ന് പകരം എത്രയാണ് വരുന്നത്? ഏകദേശം 4.3 വരും, 4.98 വരുമെന്ന് വിചാരിക്കും. സപ്പോസ് ഈ y2 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ട് 3 എന്ന വാല്യൂ ആണ് വരുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 4.8 മൈനസ് ഇവിടുത്തെ വാല്യൂ, y2ൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞത്? 3 ഡിവൈഡഡ് ബൈ x1 എത്രയാണെന്ന് ഞാനിവിടെ പറഞ്ഞത്? 120. x2 എത്രയാണ്? 80. അപ്പോൾ 120 - 80.
ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നമ്പർ കിട്ടുമല്ലോ, അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനെ സ്ലോപ്പിനെ ഞാൻ എസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം സ്ലോപ്പിൻ്റെ വാല്യൂ കിട്ടി, ഒരു പർട്ടിക്കുലർ നമ്പർ കിട്ടി, സേ 10 എന്നോ 5 എന്നോ എന്തെങ്കിലും ഒരു നമ്പർ കിട്ടി. അതൊന്നും ഞാൻ പറഞ്ഞേക്കാം, ഇനി കൺഫ്യൂഷൻ വേണ്ട. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സപ്പോസ് ഒരു 8 എന്നോ വല്ലതും കിട്ടിയെന്ന് വിചാരിക്കുക. എന്താണെന്ന് എനിക്കറിയില്ല, കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അത് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചത്? ഫിസിക്സിൽ അതുകൊണ്ട് എന്താ ആവശ്യം? നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കുവാണെങ്കിൽ ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത സ്ഥലത്തെ ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഈ സ്ലോപ്പ് നമ്മളെ സഹായിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു ഇക്വേഷനാണ്. അതായത് എസ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 4π²/g. ഓക്കെ, എസ് എന്താണ്? സ്ലോപ്പ് അല്ലേ? അപ്പം സ്ലോപ്പ് എസ് ഇസ് ഈക്വൽ ടു 4π²/g എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇത് സയൻറ്റിസ്റ്റ് ലാബ് എങ്ങനെയൊക്കെയോ അവർ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് വന്നാൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, ഇതങ്ങ് കാണാതെ പഠിച്ചേക്കുക. എസ് ഈസ് ഈക്വൽ ടു 4π²/g. അങ്ങനെയാണെങ്കിൽ എസ് നമുക്ക് കിട്ടി. എന്താ കിട്ടിയത്? ഈ ഗ്രാഫ് വരച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എസ് കിട്ടി. 4 കോൺസ്റ്റൻ്റ് ആണ്. പൈയുടെ വാല്യൂ ഞാൻ പറഞ്ഞിരുന്നു 3.14 ആണ്. അപ്പോൾ പൈയുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി കണ്ടുപിടിക്കത്തില്ലേ? ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതും? ജി ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ജി എഴുതാം. ജി ഈസ് ഈക്വൽ ടു 4π² എന്താ എസ് അല്ലേ? ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ 4π² എസിൻ്റെ വാല്യൂ എത്ര? 8 എന്ന് കിട്ടി. അപ്പോൾ അതങ്ങ് ഇട്ട് ചെയ്ത് കൊടുക്കുക. 8 എന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. നിങ്ങളത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലത്തിനനുസരിച്ച് ചെയ്തോണം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ജി കിട്ടി. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലും T² കൂടെ ഗ്രാഫ് വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റ് നടന്ന സ്ഥലത്തെ ഗ്രാവിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? മാത്സിലെ ഒരു ക്വാണ്ടിറ്റിയാണ് അല്ലെ, മാത്തമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ വേൾഡിൽ നിന്ന് എന്തെങ്കിലും ഉപയോഗം വേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപയോഗം വേണ്ടേ? അപ്പോൾ പറയുന്ന ഇതാണ്, ആ സ്ലോപ്പിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഗീവ്സ് ദ ഗ്രാവിറ്റി അറ്റ് ദാറ്റ് പ്ലേസ് അല്ലേ. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് ആ ലാബിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്ത സ്ഥലത്തെ ഗ്രാവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ എല്ലും T² തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, സ്ലോപ്പ് എടുക്കുക, സ്ലോപ്പിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാം? ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. ഇത്രയുമാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇത് പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, ഇനിയും പറഞ്ഞു തരാം, എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ.